ഇവിടെ പള്ളിമേട. ഇവിടെയാണ് പള്ളിമേട. ഇത് പള്ളിമേട. ഇത് ഫുള്ളി അവിടെ ചുറ്റുമതില് പള്ളിമേട. അവിടെയായിരുന്നു ഈ മരം ഉണ്ടോ കാണാം. ഈ മരത്തിൻ്റെ ഫ്രണ്ടിൽ ആയിട്ടൊരു തിട്ടുണ്ടായിരുന്നു. ആ തിട്ടിൻ്റെ അവിടെയാണ് പള്ളി ഉണ്ടായിരുന്നത്. ഞാൻ നിങ്ങൾ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇവിടെയായിരുന്നു പള്ളി ഉണ്ടായിരുന്നു കേട്ടോ. ഈ മരത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് സ്റ്റേജ് ഇല്ലായിരുന്നു അവിടെ. ആ മരത്തിൻ്റെ ഫ്രണ്ടിൽ സ്റ്റേജ്. ഇതൊക്കെ ഇവിടെ ഷൂട്ട് കഴിഞ്ഞിട്ട് പള്ളിച്ചട്ടമ്മയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ സെറ്റ് പൊളിച്ചതിൻ്റെ അവശിഷ്ടങ്ങളാണ്. അതിൻ്റെ പകുതി വരെ ഉണ്ടായിരുന്നടാ. അതിൻ്റെ പകുതി വരെ ഉണ്ടായിരുന്നു. സ്റ്റേജായിരുന്നു. സ്റ്റേജല്ല, പ്ലാറ്റ്ഫോം ഇട്ടേക്കുമായിരുന്നു. അപ്പൊ അമ്മര് വെള്ളം അപ്പൊ മണ്ണിട്ട് പൊക്കിയാണോ അമ്മര് ഇവിടെ? അതിന്റെ അടിയിൽ മറ്റേ ഫ്ലൈവുഡ് അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ ഇട്ട് നേരത്തെ വെള്ളം കയറി കിടക്കുമായിരുന്നു ഇവിടെ. നേരത്തെ വെള്ളം അല്ല, നേരത്തെ ഇതിലും ഇതിലും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ വെള്ളം മണ്ണിട്ട് പൊക്കിയതാ ഇത്രോ. ആണോ? ആ പള്ളിച്ചട്ടമ്മ ഷൂട്ടിന് മുന്നേ ഇത് ഇങ്ങോട്ടേക്ക് വെള്ളം കയറിയിട്ടുണ്ടായതാ. പിന്നെ മണ്ണിട്ട് ഇത്ര പൊക്കിങ്ങോട്ടേക്ക് എടുത്തിട്ടല്ലോ JCB ഇട്ട്. പക്ഷേ എന്തൊക്കെയാ മരമാണ് വരുത്തി. നല്ല മരം ഫുള്ള് അങ്ങനെ ഫുൾ തിട്ടുണ്ടായിരുന്നു. അല്ല തിട്ടുണ്ടായിരുന്നു. അല്ല തിട്ടുണ്ടായിരുന്നു. അവിടം വരെ തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളം കയറിയ കാരണം പിന്നെ മറ്റേ വഞ്ചെടുക്കാൻ വേണ്ടി അമ്മമാരൊക്കെ അങ്ങോട്ടേക്ക് ഉള്ളിൽ നടന്നു പോയത്. സച്ച് എ ബ്യൂട്ടിഫുൾ ആൻഡ് ജെന്റിൽമാനോ. ഇവിടെ ആ സോങ്ങിൽ കാണിക്കുന്ന സ്റ്റെപ്പില്ലേ, അല്ല ഇത് ബ്രിഡ്ജ്, പാലം ഇവിടെയല്ലേ? ഞാൻ നടന്നവനവിടെയാ. അതില് ഞാൻ നടന്നു പോണേ. പാലത്തിന്റെ അടുത്തായിരുന്നു ഞാൻ നടന്നു പോണത്. അവിടെ നിന്ന് അങ്ങനെ നടന്നുപോയെ. നീ ഒന്നും വിശ്വസിച്ചില്ല അല്ലേ? വലിയ സീനല്ലേ. അവരങ്ങോട്ട് പോയി നോക്കിയാലോ. അവിടുത്തെ ഇറച്ചിക്കടയും കവലയും. എന്നാലും ഇതായിരുന്നു ഗൈസ് പള്ളിച്ചട്ടുമ്പി സെറ്റില് മുഴുവൻ ആ ഫിലിം മുഴുവൻ ഓടുന്നത്. ആ നാടും പള്ളിയും എല്ലാം. കൊടയത്തൂർ വായനക്കാവ് അമ്പലത്തിന്റെ തൊട്ട് സൈഡ്. അമ്പോ ഇങ്ങോട്ടൊന്നും കയറ്റി പോലും വിടൂലായിരുന്നു. വഴി എന്ത് ബഹളമായിരുന്നില്ലേ. വ്യക്തികളുടെ പേര് നമ്മൾ മെൻഷൻ ചെയ്യണ്ട. അത് നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ലല്ലോ ഗൈസ്. വീഡിയോ റീച്ച് ആയി കഴിഞ്ഞാൽ അതിൽ റീച്ച് കിട്ടില്ലല്ലോ. ഇവിടെ കാളേനെ കെട്ടിയ സ്ഥലങ്ങളൊക്കെ ഇവിടെ കാളെ കെട്ടി. ആ സോങ്ങിൽ ഫസ്റ്റ് സീനില് ഇവിടെ കാളേനെ കെട്ടിയില്ല. ഫസ്റ്റ് സീൻ കാണിക്കുന്ന ബ്രിഡ്ജും ഫുൾ ഡ്രോൺ വ്യൂവിലല്ലേ? ഡ്രോൺ വ്യൂവില് നമ്മളാ ഇറങ്ങിയൊക്കെ നടന്നു പോയെങ്കിലും ഓർക്കണ്ടോ? ഇത് ഇവിടെ ചെയ്തടാ. ഞാൻ ഓർക്കണ്ടേ, കാരണം ഞാൻ പള്ളിമേടെ നിന്നിട്ട് ഞാൻ അവിടെ നോക്കിയായിരുന്നു. അത് നീ ഇല്ലായിരുന്നോ? ഇവിടെ ബസ്സിട്ടാണ്. ഇവിടെ ബസ്സിട്ടേ ഈ ഇവിടെയാണ് ബസ് ഇട്ടിട്ട് അതിന്റെ മേലിൽ കയറി ഡാൻസ് കളിക്കണേ. അതേ മരം കാണാം. അതെ, ഫുള്ളായിട്ട് മാറിട്ടോ. വെള്ളം കേറി. കാരണം വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ആയപ്പോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയി ഓർക്കണ്ടോ? പിന്നെ നമ്മള് ശരിയാട്ടാ, മൂത്രം ഒഴിക്കാനൊക്കെ പോയതാവും. അതല്ല, ആ കെട്ടും കൂടെ പൊളിച്ചപ്പോഴേ വെള്ളം നന്നായിട്ടേ കേറണ്ട. വെള്ളം ഉണ്ടല്ലോ, അടച്ചേക്കുവാണോ? അതാ. പിന്നെ ഇവിടുന്ന് കുറെ സാധനങ്ങളെല്ലാം പൊളിച്ചു മാറ്റി. അപ്പൊ പിന്നെ വെള്ളം കയറിയതായിട്ട് നമുക്ക് തോന്നുന്നു. പക്ഷെ നീ നോക്കി നമ്മുടെ മൈൻഡ് എന്ന് പറയാ പഴയ ആ ഒരു പള്ളിയും
ആ ഗേറ്റും മൊത്തത്തില് ആ ഒരു ചേഞ്ചസ് വരുമ്പോൾ ഉള്ള ഒരു മാറ്റങ്ങളെ നമുക്ക് മനസ്സിലാക്കാനേ പറ്റണില്ല കേട്ടോ. പാലം ഒന്ന് ഷൂട്ട് ചെയ്തു. പാലം ഉണ്ടല്ലോ. എടാ അവിടെ തന്നെയാടാ, അവിടെ മറ്റേ ഒരു വീടില്ലായിരുന്നോ? ആ ലൈബ്രറി. ഇവിടെ മറ്റേ ഇറച്ചിക്കടയല്ലേ? ഇവിടെ പച്ചക്കറിക്കട. അവരായിരുന്നു കേട്ടോ നമ്മുടെ മറ്റേ ഇത് പള്ളിയൊക്കെ. ഇവിടെ ഫുൾ പച്ചക്കറി കടയല്ലായിരുന്നോ? ഏതാ ഇത്? വള്ളപ്പുര. ഇത് വള്ളപ്പുരയായിരുന്നു കൈസ്. ഇവിടെ വള്ളപ്പുര. അതുകൊണ്ട് വള്ളപ്പുര ഉണ്ടോ? വെള്ളം ഇറക്കണേ. വെള്ളം ഇറക്കണല്ലേ? വെള്ളം എന്തോ എന്താ പരിപാടി ഉണ്ടെന്നോ? വള്ളത്തിന്റെ റിപ്പയറിംഗ്. റിപ്പയറിംഗ് ആ സംഭവം ഇവിടെ ആയിരുന്നു അല്ലേ? ആ ഊഞ്ഞാല് അവിടെ നമ്മള് ചാടി അവിടെ മറ്റേ പാട്ടിലെ സീൻ. അങ്ങോട്ട് പോകാൻ കുറച്ച് അതേതാ ആ ഫസ്റ്റ് ടോവിന്റെ ഫൈറ്റില്, ഫസ്റ്റ് ടോവി ചേട്ടന്റെ ഫൈറ്റില് ഇവിടെയായിരുന്നു ബാബുരാജ് വന്ന് വീഴണേ. ഫൈറ്റ് നടക്കണത് ഈ ഏരിയയിലാട്ടോ, ഈ സ്പോട്ടിലാണ്. പള്ളി മേടല്ല, പള്ളി കുരിശുപള്ളി അവിടെയാണ് മറ്റേ ടോവിനെ വന്നിട്ട് ഡാൻസ് കളിക്കണുണ്ട്. ഇങ്ങനെ കളിക്കണേ ചാടനൊക്കെ, ആ ഡാൻസ് ഇവിടെ അല്ല. ഫൈറ്റ് നടക്കും ഇവിടെയല്ലേ? ഫൈറ്റ് കളിക്കാൻ ബാബുരാജ് ചേട്ടനും ടോവി ചേട്ടനും എന്താണ് ഫൈറ്റ് കളിക്കുന്ന സ്ഥലം എവിടെയാ? അപ്പോൾ വമ്പ സെറ്റായിരുന്നു കേട്ടോ. ഇതൊക്കെ എല്ലാം മാറി, മനസ്സിലാക്കാനേ പറ്റുന്നില്ല ചേഞ്ചസ്. പക്ഷെ ഒരു വ്യൂ തന്നെ നോക്ക്, അടിപൊളിയില്ലേ? പൊട്ടിച്ചാടിയാലോ?